നിങ്ങൾ വല്ല പാഠവും പഠിക്കുന്നുണ്ട് കോൺഗ്രസ്? ഈ രാജ്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് വല്ല പാഠവും ഉൾക്കൊള്ളുന്നുണ്ട്? നിങ്ങൾ വളരെ സങ്കീർണമായ വൃത്തത്തിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ED പിന്താങ്ങുന്നത്? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെ പിന്താങ്ങുന്നത്? കേരളം നിങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. അതിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് കാണും. ആ പ്രയാസം LDF-നോട് കാണും. പക്ഷേ LDF-നെ നേരിടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണോ? നിങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങൾ എതിർത്താനല്ലേ നോക്കേണ്ടത്? LDF-നെതിരെ വസ്തുതാപരമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയണോ? നിങ്ങൾ പറയുന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒന്നിലും വസ്തുതയില്ലാത്തതുകൊണ്ടാണല്ലോ. വസ്തുതാവിരുദ്ധമായ കെട്ടിച്ചമച്ച കഥകളല്ലേ നിങ്ങൾ പറയുന്നത്? ജനങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യവും അറിയാമല്ലോ. ഞാൻ ആ വശത്തേക്ക് അധികം പോകുന്നില്ല, അത് പറഞ്ഞാൽ കുറെ അധികം പറയേണ്ടതായിരിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കിഫ്ബിയെ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പിന്തുണ നൽകിയ കിഫ്ബിയെ കേസിൽപ്പെടുത്താനാണ് ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത്. ഇന്നതാ അന്ന് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് ED വളരെ പഥ്യം, ED നോട്ടീസ് പ്രതിപക്ഷ നേതാവ് അല്ല, ED നോട്ടീസ് തോമസ് ഐസക്കിന്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ ED-യുടെ കൂടെ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കുന്നു. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ്. കേജ്രിവാളിന്റെ സംഭവത്തിൽ നിങ്ങൾ പാഠം പഠിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാടാണ് നിങ്ങൾക്കിവിടെ സ്വീകരിക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ജനാധിപത്യ രീതികളെ അട്ടിമറിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ഭാഗമായി ജനാധിപത്യം എന്നത് പണാധിപത്യമാക്കി മാറ്റില്ല.